Welcome to Helpora Learning. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈമാൻ കാര്യങ്ങളെക്കുറിച്ചാകുന്നു. ഈമാൻ കാര്യങ്ങളെ വിശ്വാസ കാര്യങ്ങളെന്നും പറയും. ഈമാൻ കാര്യം 6 എണ്ണമുണ്ട്. ഒന്നാമത്തേത് അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നതാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് അല്ലാഹു. അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അവൻ കാരുണ്യവാനും കരുണാനിധിയുമാണ്. ഇത്തരത്തിൽ കുറേ വിശേഷണങ്ങൾ അല്ലാഹുവിനുണ്ട്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് ആരാധിക്കുന്നതിനെ ശിർക്ക് എന്ന് പറയുന്നു. രണ്ടാമത്തേത് മലക്കുകളെ വിശ്വസിക്കുക എന്നതാണ്. മലക്കുകൾ എന്നാൽ അല്ലാഹുവിൻ്റെ ആജ്ഞപ്രകാരം ഈ പ്രപഞ്ചത്തിലെ പല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ്. അവർ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. മലക്കുകളുടെ നേതാവാണ് റൂഹ് എന്നറിയപ്പെടുന്ന ജിബ്രീൽ അലൈഹിസ്സലാം. മൂന്നാമത്തേത് വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നതാണ്. ലോകം മുഴുവനുമുള്ള ജനങ്ങൾക്കായി ഏറ്റവും അവസാനമായി ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനെ കൂടാതെ തന്നെ മറ്റു ചില വേദഗ്രന്ഥങ്ങളും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ഖുർആൻ പരിചയപ്പെടുത്തിയ മറ്റു ചില വേദഗ്രന്ഥങ്ങളാണ് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങിയവ. ഖുർആൻ ഇറക്കപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാം, ഇഞ്ചീൽ ഈസാ നബി അലൈഹിസ്സലാം, സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാം എന്നിവർക്കുമാണ്. നാലാമത്തേത് പ്രവാചകന്മാരെ വിശ്വസിക്കുക എന്നതാണ്. അല്ലാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കാൻ നിയോഗിച്ച മനുഷ്യർ തന്നെയാണ് പ്രവാചകന്മാർ. ഈ നിയോഗത്തിനെ റിസാലത്ത് അല്ലെങ്കിൽ നുബുവത്ത് എന്ന് പറയുന്നു. വഹി വഴിയാണ് അല്ലാഹു ഈ നിർദ്ദേശങ്ങൾ പ്രവാചകന്മാരിലേക്ക് എത്തിക്കുന്നത്. 1,00,000-ലധികം പ്രവാചകന്മാർ ഈ ലോകത്ത് അവതരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാമാണ്. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആനിൽ പറയുന്നത് 25 നബിമാരെ പറ്റിയാണ്. അഞ്ചാമത്തേത് അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നതാണ്. അന്ത്യനാളിനെ യൗമുൽ ആഖിറത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ലോകത്തിൻ്റെ അവസാനത്തെ നാളാകുന്നു അന്ത്യനാൾ. ഈ നാളിന് ശേഷം ജനങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഈ ലോകം ഇഹലോകം എന്നും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ലോകത്തെ പരലോകം എന്നും പറയുന്നു. പരലോകത്ത് വെച്ച് വിചാരണ ചെയ്യപ്പെട്ട് നന്മകൾ ചെയ്തവർക്ക് സ്വർഗവും തിന്മകൾ ചെയ്ത ആളുകൾക്ക് നരകവും നൽകും. ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേത് വിധിയിലുള്ള വിശ്വാസം എന്നതാണ്. അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ജീവിതത്തിൽ നടക്കുന്ന ഗുണപരവും ദോഷപരവുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നത് വിശ്വസിക്കലാണ് വിധിയിലുള്ള വിശ്വാസം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. വിധിക്ക് അറബിയിൽ ഖദർ എന്ന് പറയുന്നു.
Thanks for studying with us today. If you enjoyed this class, please subscribe and join our learning community. And don't forget to drop your questions or thoughts in the comments. Let's grow together. See you soon.